മലയോര മേഖലയിലെ കത്തോലിക്ക സഭാ നേതൃത്വങ്ങളൊക്കെ സർക്കാരിനെതിരെ പ്രത്യേകിച്ച് വനം വകുപ്പിനെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. ഇതിനുദാഹരണമാണ് കഴിഞ്ഞ ദിവസം കോതമംഗലം രൂപതയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിനെതിരെ സർക്കാർ എടുത്ത നിലപാടിനെതിരെ ഇപ്പോൾ സഭ കൂടി രംഗത്ത് വരുന്നു എന്ന സാഹചര്യം. ബിഷപ്പിനെതിരെ കേസെടുത്തതിൽ വനംവകുപ്പിനെതിരെയാണ് സീറോ മലബാർ സഭ രംഗത്ത് വരുന്നത്. ആലുവാർ മൂന്നാർ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ നടന്ന ജനപ്രതിനിധികൾ അടക്കം പങ്കെടുത്തുകൊണ്ട് നടന്ന ആ ജനകീയ സമരത്തിനെതിരെ കേസെടുത്തു. ഈ കേസിൽ രൂപതയുടെ മുൻ അധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിലടക്കം 23 പേരാണ് പ്രതികളായി ഉൾപ്പെടുന്നത്. ഈ നിലപാടിനെതിരെയാണ് വനംവകുപ്പിന്റെ ഈ നീക്കത്തിനെതിരെയാണ് സീറോ മലബാർ സഭ രംഗത്ത് വരുന്നത്. ഡാനി ഇപ്പോൾ ഉണ്ട്. ഡാനി, കഴിഞ്ഞ ദിവസം വാർത്തകൾ നിറഞ്ഞതായിരുന്നു എംപിയും ഒപ്പം തന്നെ MLAയും അടക്കം പങ്കെടുത്തുകൊണ്ട് നടത്തിയ ആ സമരം. ജനങ്ങളുടെ ആവശ്യം പരിഗണിക്കണം, പാത തുറന്നു കൊടുക്കണം, ഇതൊക്കെയായിരുന്നു ആവശ്യം അവരുടേത്. ഇപ്പോൾ ഈ വനംവകുപ്പിന്റെ ഈ നടപടി സ്വാഭാവികമായി വനംവകുപ്പ് എടുത്തു എന്ന വാദം അവർ ഉന്നയിക്കുന്നുണ്ടെങ്കിലും കത്തോലിക്ക സഭ ശക്തമായ പ്രതിഷേധത്തിലാണോ? എന്താണ് സഭാ നേതൃത്വം മുന്നോട്ടിരിക്കുന്ന നിലപാട്? സജിത, ഈ സമരത്തിനെതിരെ സ്വീകരിച്ച നിലപാട് പ്രത്യേകിച്ച് വനം വകുപ്പിന്റെ ഒരു നിലപാട്, അതിനെതിരെയാണ് ഇപ്പോൾ സീറോ മലബാർ സഭ അതിശക്തമായിട്ട് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം ഈ രീതി ജനങ്ങളുടെ ഒരു അവകാശത്തിന് വേണ്ടി ചെയ്ത ഒരു സമരമാണ്. പ്രത്യേകിച്ച് ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നത് ആവശ്യപ്പെട്ട കാലങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യമാണ്. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിരുന്നതാണ്. പക്ഷെ അത് വനം വകുപ്പിന്റെ ഒരു കാർക്കശ്യവും ധിക്കാരവും കൊണ്ടാണ് തരാത്തത്, അത് അനുവദിക്കാത്തതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ കോതമംഗലം രൂപതയും അതോടൊപ്പം ഇവിടുത്തെ ജനപ്രതിനിധികളും എല്ലാവരും തന്നെ നിലകൊള്ളുകയും കഴിഞ്ഞ ദിവസം സമരത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. എന്നാൽ ഈ സമരത്തിനെതിരെ ശക്തമായ നടപടി തന്നെയാണ് വന്നിരിക്കുന്നത്. 23 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ സഭയുടെ മുൻ അധ്യക്ഷൻ വരെ ഉൾപ്പെടുന്നു എന്നതാണ്. ജോർജ് പുന്നക്കോട്ടിൽ ബിഷപ്പിന് ഉൾപ്പെടെ 23 പേർക്കെതിരെയാണ് വനം വകുപ്പ് ഭാഗത്തുനിന്ന് കേസ് ഉണ്ടായിരിക്കുന്നത്. അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ജനങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയായിട്ടാണ് ഇവരിതിനെ കാണുകയും ചെയ്യുന്നത്. ഇതിൽ ജനപ്രതിനിധികളായ ഡീൻ കുര്യാക്കോസ് MP, അതോടൊപ്പം തന്നെ MLAമാരായ ആന്റണി ജോൺ എന്നിവരെയും അടക്കം ഇതിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇന്ന് ഇപ്പോൾ സീറോ മലബാർ സഭ വ്യക്തമാക്കിയിരിക്കുന്നത്. അഫയേഴ്സ് കമ്മിറ്റിയാണ് ഇതിൽ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിശക്തമായ ഒരു സമരത്തിലേക്ക് കടന്നു പോകും. നേരത്തെ സൈറ്റ് സൂചിപ്പിച്ചതുപോലെ ഈ മലയോര മേഖലകളിൽ ഇപ്പോൾ ഒരു പ്രതിഷേധം, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് വന്യജീവികളുടെ വിഷയമാണെങ്കിലും ഇപ്പോൾ വന്നിട്ടുള്ള ഈ വഴി തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ഈ പ്രതിഷേധത്തിന്റെ സ്വരമാണെങ്കിലും അത് ഇവിടേക്ക് വരുമ്പോൾ കോതമംഗലം, എറണാകുളത്തേക്കും ഇടുക്കിയിലേക്കും എല്ലാം തന്നെ വരുമ്പോഴും ശക്തമായ രീതിയിലേക്കുള്ള ഒരു സമരമായി മാറുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. വൈകാതെ ഈ കേസുകൾ പിൻവലിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങിയില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി തങ്ങൾ മുന്നോട്ട് വരുമെന്നും സഭ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സജിത, അതാണ് സാഹചര്യം. എന്തായാലും സീറോ മലബാർ സഭ ഈ സമരത്തിനെതിരെ സർക്കാർ എടുത്ത നിലപാട് അതാണ് ചോദ്യം ചെയ്യുന്നത്. ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ടുള്ള സർക്കുലർ പുറത്തിറക്കുന്നു എന്നതാണ് സാഹചര്യം. അതാണ് അവിടെ സംഭവിച്ചത്. എന്തായാലും സീറോ മലബാർ സഭയുടെ പല രൂപതകളും സർക്കാരിനെതിരെ അത്തരം നിലപാടുകൾ എടുക്കുന്നുണ്ട്.